നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ വീണ്ടും മത്സരിക്കും. പാർട്ടി നേതൃത്വം ഔദ്യോഗികമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ ഷംസുദ്ദീൻ മണ്ഡലത്തിൽ തന്റെ 4ാം അംഗത്തിനാണ് ഒരുങ്ങുന്നത്. പാർട്ടിക്കും മുന്നണിക്കും തന്നിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് തന്നെ വീണ്ടും മത്സര രംഗത്തേക്ക് എത്തിച്ചതെന്ന് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ പ്രതികരിച്ചു. മണ്ണാർക്കാട്ടെ ജനങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് സത്യത്തിൽ വീണ്ടും ഇവിടെ ജനവിധി തേടാൻ എന്നെ നിയോഗിക്കാൻ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ പാർട്ടി ഓരോ നിയോജക മണ്ഡലത്തിലും ആളുകളെ നിയോഗിക്കുമ്പോൾ ആ നിയോജക മണ്ഡലത്തിലെ അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ പൊതുവികാരങ്ങൾ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. പാർട്ടി നേതൃത്വം എന്നിൽ ഒരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. ആ പാർട്ടി നേതൃത്വം അർപ്പിച്ച വിശ്വാസവും മണ്ണാർക്കാട് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് എന്നിലുള്ള വിശ്വാസവും ഒക്കെയാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് എത്തിച്ചത്. അതോടൊപ്പം തന്നെ 15 കൊല്ലക്കാലം ഈ നിയോജക മണ്ഡലത്തിന്റെ ശ്വാസനിശ്വാസങ്ങളിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു, ക്ഷേമ പദ്ധതികൾ കൊണ്ടുവന്നു, ജനങ്ങൾക്കൊപ്പം നിന്നു. അതിനൊക്കെയുള്ള ഒരു അംഗീകാരം കൂടിയായിട്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി മണ്ണാർക്കാട് ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിന് എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്നാണ് എന്റെ അഭിപ്രായം. മണ്ണാർക്കാടിന്റെ വികസന തുടർച്ചയ്ക്കും ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്ത് തെളിയിക്കാനുമാണ് ഈ പോരാട്ടം. ഷംസുദ്ദീൻ കൂട്ടിച്ചേർത്തു. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുമായുള്ള അടുത്ത ബന്ധവും ഇത്തവണയും തുണയ്ക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂണിറ്റ് തലത്തിലേക്ക്, ബൂത്ത് തലത്തിലേക്കുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ കൂടി അന്തിമ രൂപം നൽകിയിട്ടാണ് ഇന്നത്തെ യോഗം അവസാനിച്ചിട്ടുള്ളത്. നാളെ മുതൽ തന്നെ എന്നല്ല, ഇന്ന് മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മണ്ണാർക്കാടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത്. മണ്ണാർക്കാട് ഷംസുദ്ദീൻ മണ്ണാർക്കാട് 15 വർഷമായി മണ്ണാർക്കാട്ടുകാരനാണ്. മണ്ണാർക്കാട്ടിന് സ്ഥാനാർത്ഥി വേണമെന്ന് താങ്കൾ ഉദ്ദേശിച്ചത് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നൊക്കെ സ്വാഭാവികമായിട്ടുള്ള ആവശ്യമല്ല. അതൊക്കെ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് അത്തരം ആവശ്യങ്ങൾ വരുന്നതൊന്നൊരു തെറ്റാണെന്ന അഭിപ്രായമല്ല. അത് അന്തിമമായിക്കൊണ്ട് സാധിക്കുന്ന ശാബ്ദങ്ങൾ അതിനകത്ത് എല്ലാവരെയും കേട്ട എല്ലാ അഭിപ്രായങ്ങളും കേട്ടുകൊണ്ട് തീരുമാനമെടുത്ത് വരും. പിന്നെ മാത്രമല്ല, ഷംസു ഒരു മണ്ണാർക്കാട്ടുകാരനല്ല എന്ന് പറയുമ്പോൾ 15 വർഷമായി മണ്ണാർക്കാട്ട് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കൃത്യമായിക്കൊണ്ടും അടയാളപ്പെടുത്തിയ ഒരു ജനപ്രതിനിധിയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഷംസുദ്ദീനെ കിട്ടിയിട്ടില്ല എന്ന് മണ്ണാർക്കാട് ജനങ്ങൾക്ക് 15 വർഷത്തിൽ അത്തരമൊരു അഭിപ്രായം ഉണ്ടാക്കാത്ത ഒരു MLA ആണ്. CCN മണ്ണാർക്കാട്.